വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് 24th മോർണിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ ക്രിസ്മസിൻ്റെ കുക്കിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം നമ്മുടെ ചോറും നമ്മുടെ ബീഫ് ഉലർത്തിയത്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ ഒക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഫിഷ് കറി മമ്മിയാണ് ചെയ്യുന്നത്, അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കുക്കിംഗ് തുടങ്ങാം. കാരണം നമ്മൾ ഒത്തിരി ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കുക്കിംഗ് ഇവിടെ തുടങ്ങി. നമ്മൾ ആദ്യമായിട്ട് കോട്ടയം സ്റ്റൈലിലുള്ള ബീഫ് ഉലർത്തിയതാണ് ഉണ്ടാക്കുന്നത്. ക്രിസ്മസിന് അറിയാമല്ലോ, നമ്മൾ ബീഫും ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെന്തുവാ നമ്മുടെ അപ്പം, ചിക്കൻ സ്റ്റൂ, ഇതൊക്കെയാണല്ലോ നമ്മുടെ ക്രിസ്മസിൻ്റെ ഫുഡെന്ന് പറയുന്നത്. അതൊക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കും. അപ്പം ബിരിയാണി നമ്മൾ എപ്പോഴും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ നോർമലായിട്ടുള്ള ചോറും കറിയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചർച്ചിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. പിന്നെ ഡിന്നർ എന്ന് പറയുന്നത് നമ്മുടെ കസിൻ്റെ വീട്ടിലാണ്. അപ്പം നമുക്ക് പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. നമുക്കിപ്പം നമ്മൾ കസിൻ്റെ വീട്ടിൽ പോകാൻ ചർച്ചിൽ കിട്ടുക എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലുണ്ടാക്കണം. നമ്മൾ നോയമ്പൊക്കെ എടുത്തതല്ലേ, അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കണം. അപ്പം നമ്മൾ ബീഫ് ഉലർത്തിയതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഒനിയനൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒനിയൻ്റെ കൂടെ നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് എല്ലാം വഴറ്റി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി എൻ്റെ ഹസ്ബൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും കുക്കിങ്ങിൽ സഹായിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ബീഫൊക്കെ ഇവിടെ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി. ഇത് നമ്മൾ സാംസിലെ ബീഫാണ്. ഈ സാംസിലെയും കോസ്കോയിലൊക്കെ ബീഫാണ് നല്ലത്. അതിനകത്ത് ഫാറ്റ് കുറവായിരിക്കും. അപ്പം നമ്മളിവിടെ ബീഫ് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്ത്, ഈ എല്ലാ പൊടികളും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്നത്, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, പെപ്പറ്, നമ്മുടെ വീട്ടിൽ തന്നെ പെപ്പറാണ് കൊണ്ടുവന്നത്, അത് പൊടിച്ചത്, പെപ്പർ പൗഡർ, അങ്ങനെയുള്ള എല്ലാ പൊടികളും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ പൊടികളും നമ്മുടെ നാട്ടിലെ പൊടികളാണ്. എല്ലാം ഇവിടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഏതെങ്കിലും പൊടി ഞാൻ വിട്ടുപോയെന്ന് അറിയത്തില്ല, പക്ഷെ എല്ലാ പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പറ് എല്ലാം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവസാനം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്യും. ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തേ, എല്ലാം അങ്ങ് ഡ്രൈ ആവുന്നുണ്ട്. ഇച്ചിരി ചൂടുവെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തു. പിന്നെ മീറ്റ് മസാല ചേർത്തായിരുന്നു കേട്ടോ, അതേ പറയാൻ ഞാൻ വിട്ടുപോയി. എല്ലാം ചേർത്തു. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പൊടികൾക്കകത്ത് നമ്മളിതിൻ്റെ ബീഫ് നന്നായി മിക്സ് ചെയ്തു. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാതെ ഇവിടെ നിന്ന് കുക്കാകട്ടെ. നമ്മുടെ ഇവിടുത്തെ ബീഫ് പെട്ടെന്ന് കുക്കാവും. നാട്ടിലെപ്പോൾ നമ്മൾ കുക്കറിലിട്ട് അടിക്കുകയൊന്നും വേണ്ട. പിന്നെ ഞാൻ കുക്കിങ്ങിൻ്റെ ഒന്നും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഈ ബീഫ് ഉലർത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ബീഫ് നമ്മുടെ ലിഡ് കൊണ്ട് മൂടി വെച്ചു. ഇവിടെ നിന്ന് കുക്കാകട്ടെ. ആ സമയം കൊണ്ട് എനിക്ക് ഫിഷ് ഫ്രൈക്കുള്ള ഫിഷ് ക്ലീൻ ചെയ്യണം. പിന്നെ ഫിഷിൻ്റെ കറി മമ്മിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ബാക്കി ഫിഷ് ഫ്രൈ, പിന്നെ അപ്പത്തിനുള്ള കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് നോക്കിയാൽ മതി, ബീഫ് എങ്ങനെയുണ്ടെന്ന് ഇടയ്ക്ക് നോക്കി നമുക്ക് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ നല്ല അടിപൊളി മഴയാണ്. ഇവിടെ ഇന്ന് 24th രാവിലെയാണ്, 11 o'clock ഒക്കെ ആയേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ നല്ല അടിപൊളി മഴ. അവർ വെതറിനകത്ത് നേരത്തെ പറഞ്ഞാൽ ഇന്ന് 70% റെയിനാണ്. നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. തണുപ്പുമുണ്ട്, മഴയുണ്ട്. നമ്മുടെ പുറത്ത് കിടക്കുന്ന ഒരു ടേബിളൊക്കെ നോക്കി, വെള്ളിക്കിണ്ണം തുളുമ്പീന്ന് വേണ്ട, നമ്മുടെ ടേബിളൊക്കെ വെള്ളം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ മഴ സമയത്ത് നമ്മുടെ മരങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. മരത്തിനിടവഴി ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്.
നമ്മുടെ ബാക്ക് യാർഡിൽ ഇങ്ങനെ കുറേ മരങ്ങളുണ്ട്. നമ്മുടെ മരമല്ല, അത് നെയ്ബേഴ്സിൻ്റെ മരമാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കാണുന്നത്. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇവിടെ നോക്കാൻ നല്ല ഭംഗിയുണ്ട്. മഴയുടെ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നു. ബീഫിൽ നിന്ന് എന്തുമാത്രം വെള്ളം ഇറങ്ങിയെന്നറിയാമോ? വെള്ളമൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്നു. ബീഫിനകത്തെ വെള്ളം കൊണ്ട് തന്നെയാണ് കുക്കായത്. ഈ വെള്ളം കൂടെ പറ്റിച്ചെടുത്താൽ മതി, നമ്മുടെ ബീഫ് റെഡി. അപ്പോൾ നമുക്ക് ഈ ബീഫിനെ പല തരത്തിലെടുക്കാവേ. ചാറായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതിനെ കുറച്ച് ഡ്രൈ ആക്കുന്നുള്ളൂ, ഒത്തിരി സൂപ്പർ ഡ്രൈ ആക്കുന്നില്ല, കുറച്ച് ഡ്രൈ ആക്കി എടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് വേണ്ടി എടുക്കാം. അപ്പോൾ ഒത്തിരി ഡ്രൈ ആക്കുന്നതിനോട് എൻ്റെ ഹസ്ബൻഡിന് താല്പര്യമില്ല, അതുകൊണ്ട് ഞാനൊരു കുറച്ച് ലൂസാക്കി എടുക്കും. ഇപ്പം കുറച്ച് ലൂസാണ്, ഇതിൽ ഇച്ചിരി കൂടെ നമുക്കൊന്നുകൂടി ഇതിനൊന്ന് വരട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ തന്നെ നമ്മുടെ കൊച്ചു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ടൂടെ ഫ്രൈ ചെയ്ത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ ബീഫിലേക്ക്. അപ്പോൾ തനി കോട്ടയം സ്റ്റൈൽ ബീഫ് ഉലർത്തിയത് റെഡി. ഇവിടെ നല്ല അടിപൊളി മഴയാണ്, നല്ല തണ്ടറുണ്ട്, ലൈറ്റ്നിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. തണുപ്പിൻ്റെ കൂടെ ഇന്ന് 24th മഴയും ഉണ്ട് നമുക്ക്. ഇവിടെ ഇപ്പോൾ 11:30 ഒക്കെ ആയുള്ളൂ ടൈം. രാവിലെ 11:30 ആയി. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കുഞ്ഞു പാനിനകത്താണ് എപ്പോഴും കോക്കനട്ട് ഫ്രൈ ചെയ്യുന്നത്. ഈ കുഞ്ഞു ബർണറിൽ വെച്ച് ഫ്രൈ ചെയ്യും. അപ്പോൾ നമുക്കിതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഫിലോട്ട് കോക്കനട്ട് ആഡ് ചെയ്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി അടിപൊളി കോട്ടയം സ്റ്റൈൽ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി. അപ്പോൾ ഉപ്പൊന്നും നോക്കിയിട്ടില്ല, കാരണം എനിക്ക് നോയമ്പ് നാളെ കഴിയത്തുള്ളൂ. നമ്മൾ പള്ളിയിൽ പോയി നമ്മുടെ കുർബാനയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് സ്വീകരിച്ചിട്ടാണ് നമ്മുടെ നോയമ്പ് അതോടെയാണ് വീഴുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് എല്ലാം നോക്കും ഉപ്പൊക്കെ കറക്റ്റാണെന്ന്. അപ്പം ഞാനൊരു ഒരു കണക്കനുസരിച്ച് അങ്ങ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മീറ്റ് കഴിക്കത്തുമില്ല, മീറ്റല്ല, ഞാൻ ബീഫ് കഴിക്കത്തില്ല, ഒള്ളി ചിക്കൻ. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്ക് താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്, ലഞ്ച് ടൈമായി. അപ്പോൾ ഞാനിവിടെ ലഞ്ച് കഴിക്കുകയാണ്. നമ്മുടെ ചോറുണ്ട്, പിന്നെ ചെറുപയർ തോരൻ, നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുണ്ട്, ഇവിടെ പയർ തോരനുണ്ട്, പിന്നെ ഇവിടെ വാളവരപ്പയർ തോരനുണ്ട്, പിന്നെ പടവലങ്ങ തൈരൊക്കെ ഒഴിച്ചുണ്ടാക്കിയ ഒരു കറിയുണ്ട്. അപ്പോൾ ഇന്നെല്ലാം അറിയാമല്ലോ, നമ്മുടെ നോയമ്പായതുകൊണ്ട് വെജിറ്റബിൾ കറികളേ ഉള്ളൂ. നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കിംഗ് തുടരുന്നതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് ഫിഷ് ഫ്രൈക്കുള്ള ഫിഷ് ക്ലീൻ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്, ഇങ്ങനെ സ്ലൈസായിട്ടുള്ള കിങ് ഫിഷാണ് വാങ്ങിച്ചത്. നല്ല അടിപൊളിയാണ്, നല്ല ക്ലീൻ ഫിഷാണ്. ഇത് നമുക്ക് ഹോൾ ഫിഷ് വാങ്ങിക്കാൻ കിട്ടും. ഞങ്ങൾ മിക്കവാറും സ്ലൈസാണ് വാങ്ങിക്കുന്നത്. അവരൊക്കെ നമുക്ക് നന്നായിട്ട് ഹോൾ ഫിഷ് വാങ്ങിച്ചാലും അവർ നമുക്ക് നന്നായിട്ടെല്ലാം കട്ട് ചെയ്ത് തരും. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഫിഷിനെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഫിഷിനെ ഞാൻ ക്ലീൻ ചെയ്ത് ഫ്രൈക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടി, പെപ്പർ പൗഡറ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം തേച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് പിടിക്കട്ടെ, ഒരു മണിക്കൂർ അവിടെ ഇരിക്കുമ്പോൾ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അടുത്തതായിട്ട് ചിക്കൻ സ്റ്റൂ ആണ്. ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ പോവാണ്. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ മപ്പാസ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഒത്തിരി വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഇവിടെ നിന്ന് അഴുക്കായി പോകും. അതുകൊണ്ട് നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ.
അപ്പോൾ ഞാനിവിടെ ചിക്കൻ 30 മിനിറ്റ്സ് മാറിനേറ്റ് ചെയ്ത് വെച്ചു. ഞാൻ മാറിനേറ്റ് ചെയ്തത് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ സോൾട്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ. അപ്പോൾ നമ്മുടെ ആ പെപ്പർ പൊടി, കുരുമുളക് പൊടി നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിയൽ, അതുകൊണ്ട് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ മാറിനേറ്റ് ചെയ്ത് 30 മിനിറ്റ്സ് വെച്ചിരുന്നതാണ്. അപ്പം നമുക്കിതിലേക്ക് വേറെ കുറേ ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 5-6 നമ്മുടെ വെളുത്തുള്ളിയുടെ അല്ലി 5-6 ഞാൻ ചതച്ചെടുത്തു. പിന്നെ ഇവിടെ 1-2 ചെറിയ പീസ് ജിഞ്ചർ ചതച്ചെടുത്തു. പിന്നെ പച്ചമുളക് ഒരു 5-6 ചതച്ചെടുത്തു. പിന്നെ ഒരു വലിയ ഓനിയൻ കട്ട് ചെയ്ത്, അതെല്ലാം കൂടെ നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് കറി ലീഫും കൂടെ ആഡ് ചെയ്യാവേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ചിക്കനിലെ ഈ പാനിലേക്ക് മാറ്റി കേട്ടോ. ഞാൻ ഈ പാനിലാണ് നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ചിക്കൻ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നത് കുക്കായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് കുക്കായി. ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് കുക്കാവുന്നതാണ്, നാട്ടിലെ പോലെ ഒത്തിരി വേവുള്ള ചിക്കനല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും. പിന്നെ ഞാൻ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചത് വെച്ച് ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. മാറിനേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചിക്കൻ കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഇതാ സെക്കൻഡ് സ്റ്റെപ്പാണ്. അപ്പം നമുക്ക് നാളെയൊക്കെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാൽ മതി. ഇന്ന് രാത്രിയിൽ ചിക്കൻ മാത്രം കുക്ക് ചെയ്താൽ മതിയെങ്കിൽ നമുക്കിവിടം കൂടെ നിർത്താം. അതായത് ചിക്കനും ഇതെല്ലാം കൂടെ കുക്കായി വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചിട്ട് ചൂട് പോകുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമുക്ക് നാളെ സ്റ്റൂ ഉണ്ടാക്കിയാലും മതി. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ വീട്ടിൽ അങ്ങനെ ചേച്ചിയൊക്കെ ചെയ്യാറുണ്ട്. ചിക്കനെല്ലാം ഇങ്ങനെ കുക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ നാളെ ആയിരിക്കും അവർ സ്റ്റൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇന്ന് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റാൻഡ് വെച്ചു. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ചൂടായപ്പോഴത്തിന് ഞാൻ അതിലേക്കൊരു ഒരു പിഞ്ച് നമ്മുടെ ഏലക്കായുടെ സീഡും പിന്നെ ഒരു 5-8 ഗ്രാമ്പും കൂടെ ആഡ് ചെയ്തു. അതൊന്ന് ചൂടാകുമ്പോഴത്തിന് നമുക്കതിലേക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒനിയനും ഒരു 2-3 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് എല്ലാം ഒന്ന് ചൂടാക്കി വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകും നമ്മുടെ ഒനിയനും ഒക്കെ ഇവിടെ വഴന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോയെ ആഡ് ചെയ്തു. ഞാനിത് ഓവനിലോട്ട് വെച്ച് കുക്ക് ചെയ്ത പൊട്ടറ്റോ ആണ്. അങ്ങനെ കുക്ക് ചെയ്തിട്ടാണ് നമുക്ക് പെട്ടെന്ന് എളുപ്പമുണ്ട്. അപ്പം ഞാൻ കുക്ക് ചെയ്ത പൊട്ടറ്റോ കട്ട് ചെയ്ത് ആഡ് ചെയ്തു. പിന്നെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യാൻ പോവാണേ. സ്മാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ സ്മാഷ് ചെയ്ത പൊട്ടറ്റോയെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത് ചിക്കന് കൊഴുപ്പ് കിട്ടാനായിട്ടാണ്. നമ്മുടെ ചിക്കൻ സ്റ്റൂ നല്ല കൊഴുപ്പിലിരിക്കും. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ചിക്കനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2ാം പാൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2ാം പാൽ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ ഇവിടെ നല്ല 1-2 തിളച്ചു വെട്ടിത്തിളയ്ക്കുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റ് നമ്മളിങ്ങനെ ലേറ്റായിട്ട് ആഡ് ചെയ്യുന്നത്, ക്യാരറ്റിന് വേവ് കുറവാണല്ലോ, അത് നേരത്തെ ആഡ് ചെയ്താൽ വെന്തോ അത് ഉടഞ്ഞിട്ട് നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലേറ്റായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്യാരറ്റും നന്നായിട്ട് ചൂടായി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1ാം പാൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 1ാം പാൽ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറി ലീഫ് ആഡ് ചെയ്യണം. പിന്നെ
ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നാം പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് റൈസൻസ് ആൻഡ് കാഷ്യൂസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടെ നമ്മുടെ ചിക്കൻ സ്റ്റൂവിനകത്ത് ആഡ് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ നമ്മുടെ കാഷ്യൂസ് ആൻഡ് റൈസൻസ് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യ് ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നെയ്ക്കകത്തോടെ നമുക്ക് കാഷ്യൂസ് ആൻഡ് റൈസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മുടെ റൈസും പെട്ടെന്നാവുകയെ, നമുക്കറിയാമല്ലോ റൈസിന് അങ്ങോട്ട് ചൂടാവുമ്പോഴേ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് റൈസും പെട്ടെന്ന് എടുക്കണം. എന്നിട്ട് പുറകെ നമുക്ക് കാഷ്യൂസ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഒന്നാം പാൽ ഇവിടെ നന്നായിട്ട് തിളച്ചു. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കറി ലീഫും കുറച്ച് ഒരു പിഞ്ച് നമ്മുടെ പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ നേരത്തെ ഇതെല്ലാം ആഡ് ചെയ്തതാണ്, പിന്നെ പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പിഞ്ച് മതി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ടേസ്റ്റൊക്കെ ഓക്കെ ആണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ശകലം ഉപ്പും കൂടി ആഡ് ചെയ്തു. ഇപ്പം എല്ലാം കറക്റ്റായി. അപ്പോൾ നമ്മുടെ കാഷ്യൂസ് ആൻഡ് റൈസിന് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു പിഞ്ച് പെപ്പറും കറി ലീഫും ആഡ് ചെയ്തു. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇവിടെ എല്ലാം നന്നായിട്ട് തിളച്ചു. എല്ലാം നമ്മുടെ എരിവും ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇവിടെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനകത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. കാരണം അതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂവിൻ്റെ കളറ് മാറിപ്പോകുന്നത്. ചിക്കൻ സ്റ്റൂ ഈ കളറിലിരിക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ആൻഡ് റൈസൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന റൈസൻസ് കാഷ്യൂസ് എല്ലാം ആഡ് ചെയ്തു, നന്നായി മിക്സ് ചെയ്തു. നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പത്തിനുള്ള കാര്യം നോക്കണേ. അതിനുള്ള അരിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇത് അരയ്ക്കാൻ തുടങ്ങാം. അതുകൂടി അരച്ച് വെച്ച് നമ്മുടെ പണികളെല്ലാം കഴിയുന്നതായിരിക്കും. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ മമ്മിയുടെ വീട്ടിലേക്ക് പോവുകയാണ് മമ്മിക്കുള്ള ക്രിസ്മസ് ഗിഫ്റ്റുമായിട്ട്. അപ്പം നമ്മുടെ ക്രിസ്മസ് കേക്ക് അവിടെ മമ്മി കട്ട് ചെയ്യും. അപ്പം നമുക്ക് ഗിഫ്റ്റുമായിട്ട് അങ്ങോട്ട് പോകാം. മമ്മിക്ക് അറിയത്തില്ല ഞങ്ങൾ ഗിഫ്റ്റുമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ വരുന്നതേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നേരെ മമ്മിയുടെ വീട്ടിലേക്ക് പോകാം. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് കളർ റെഡൊക്കെ ഇട്ടാണ് പോകുന്നത്. ഇപ്പോൾ നല്ല തണുപ്പാണ്, പുറത്ത് ചെറുതായിട്ട് മഴയുണ്ട്. അപ്പോൾ ഒരു റെഡ് സ്വെറ്ററും ഇട്ടിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ മമ്മിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടേ. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നെയ്ബേഴ്സിൻ്റെ ഒക്കെ വീട് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. മുഴുവൻ ഡെക്കറേഷനാണ്. ഇവരെല്ലാ വർഷവും നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യും. മമ്മിയുടെ നെയ്ബേഴ്സാണ്. അപ്പോൾ മമ്മിയുടെ ക്രിസ്മസ് ഗിഫ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട സാരി അങ്ങ് വെച്ചിരുന്നില്ലേ? അതായിരുന്നു ഇഷ്ടപ്പെട്ട കളറ്. അത് ക്രിസ്മസിന് ഗിഫ്റ്റ്. ക്രിസ്മസ് ഗിഫ്റ്റ് ഇതിപ്പം ഗ്രീൻ ഗ്രീൻ. അതിന്റെ ബ്ലൗസ് അതിനകത്തുണ്ട്. ബ്ലൗസ് അതിനകത്തുണ്ട്. ഇതെന്താണെന്നറിയാമോ? ഇച്ചിരി അല്ല, എനിക്കെന്തിനാ ഇതെല്ലാം ഞാനിവിടെ കൊടുക്കുന്നേ. പള്ളി പള്ളി ബ്ലൗസ് ഇട്ട് നോക്കണേ. ബ്ലൗസ് എല്ലാം സെയിം മെഷർമെന്റാ. അതൊക്കെ പിന്നെ നോക്കാം. ഇനി ഇപ്പം നോക്കണ്ട. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ മമ്മിക്ക് കൊണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് വന്നു. ഞാനൊരു സാരിയാണ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ ആ സാരി നാളെ മമ്മി ചർച്ചിൽ കൊടുക്കാൻ വേണ്ടി അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ നാളെ ഉടുക്കുമ്പോൾ ഞാൻ കാണിക്കാം.
അപ്പം ഞങ്ങൾക്ക് വണ്ടിക്കകത്ത് ഇച്ചിരി ഗ്യാസ് വെക്കണം, അതിനായിട്ട് പോവുകയാണ്. അതും വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. നമ്മൾ ഗ്യാസ് സ്റ്റേഷനിലെത്തി ഗായ്സ്. നമ്മളിവിടെ ഷെല്ലിലാണ് നമ്മുടെ വണ്ടിക്ക് ഗ്യാസ് വെക്കുന്നത്. ഷെൽ ഗ്യാസാണ്. നമ്മളിവിടെ ഡെയിലി സ്റ്റോറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഡെക്കറേഷൻസ്. നേറ്റിവിറ്റി, ഫാദർ. നമുക്ക് ക്രിസ്മസിന് കിട്ടുന്ന എല്ലാ ഗിഫ്റ്റുകളും നമ്മൾ ഈ ട്രീയുടെ ഇങ്ങനെ അടിക്കൊണ്ട് വെക്കുവേ. എന്നിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ അന്നാണ് ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണ്. നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളെല്ലാം നമ്മളിങ്ങനെ ട്രീയുടെ അടി വെക്കും. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ ക്രിസ്മസ് ഡേ ഓപ്പൺ ചെയ്യും. നമ്മുടെ ഗിഫ്റ്റ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ക്രിസ്മസിൻ്റെ കുറേ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസ് എല്ലാവരും കാണുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ചിലപ്പോൾ ഈ വീഡിയോ ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും വരുന്നത്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. Thank you. Take care. Bye bye.